മുണ്ടക്കെ ചൂരൽമല പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ അനാസ്ഥ ആരോപിച്ച് UDFന്റെ സമരം. ടി സിദ്ദിഖ് MLA നേതൃത്വത്തിൽ വയനാട് കളക്ടറേറ്റിന് മുന്നിലാണ് സമരം. നാളെ രാവിലെ 7 മണി വരെയാണ് രാപകൽ ഉപവാസം. കേന്ദ്ര സർക്കാർ ഒരു ജന്മിയുടെ സ്വഭാവത്തോടുകൂടി കേരളത്തിലെ ഈ ദുരന്തബാധിതർക്കെതിരായിട്ടുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. കേരള സർക്കാർ സ്വീകരിക്കുന്നത് ജനം കൊടുത്ത പണം പോലും അതിൻ്റെ മേലെ അടയിരിക്കുകയല്ലാതെ അത് മാന്യമായി കൊടുക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ മറ്റൊരു ദുരന്തമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. കൃഷിഭൂമി നഷ്ടപ്പെട്ടതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ചയില്ല. ഏത് സ്ഥലത്താണ് പുനരധിവാസം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നില്ല. 5 സെന്റാണോ 10 സെന്റാണോ എന്നുള്ളത് പറയില്ല. ഇങ്ങനെ തുടങ്ങി ഡെത്ത് ഡിക്ലറേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും സമ്പൂർണ്ണമായി പരാജയപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജീവിക്കാൻ കഴിയാതെ അവർ നെട്ടോട്ടം ഓടുമ്പോൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് UDFന്റെ ഈ സമരം. സുർജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സുർജിത്ത്, വിമർശനങ്ങൾ ഉയർത്തുകയാണല്ലോ UDF ടി സിദ്ദിഖിന്റെ രാപകൽ ഉപവാസം. എന്തൊക്കെയാണ് വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ്, ടി സിദ്ദിഖ് MLAയുടെ നേതൃത്വത്തിലുള്ള UDFന്റെ രാപ്പകൽ ഉപവാസ സമരമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. നാളെ രാവിലെ 7 മണി വരെയാണ് ഈ ഉപവാസ സമരം. അതിനുശേഷം UDF പ്രവർത്തകർ കളക്ടറേറ്റ് വളയും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ്. അതിനർത്ഥം ജീവനക്കാരെ അടക്കം കളക്ടറേറ്റിലേക്ക് പ്രവേശിപ്പിക്കാത്ത വിധത്തിലുള്ള ഒരു പ്രതിഷേധമാകും ഉണ്ടാവുക എന്നുള്ളതാണ്. നേരത്തെ AP അനിൽകുമാർ MLA ഇവിടേക്ക് എത്തിയിരുന്നു, IC ബാലകൃഷ്ണൻ MLA, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സംഷാദ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വന്നിരുന്നു. ഇപ്പോൾ ND അപ്പച്ചൻ DCC പ്രസിഡന്റ്, ഒപ്പം തന്നെ മറ്റ് നേതാക്കളായിട്ടുള്ള KK അഹമ്മദ് ഹാജി, PT ഗോപാലകുറുപ്പ് ഉൾപ്പെടെയുള്ള PP ആലി അടക്കമുള്ള UDFന്റെ നേതാക്കളെല്ലാം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗം വന്നിരിക്കുന്നത്. മന്ത്രിസഭാ യോഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് MLAയിൽ നിന്ന് അറിയേണ്ടത്. എന്താണ് നിലപാടെന്ന്, പ്രത്യേകിച്ച് എൽസ്റ്റൺ എസ്റ്റേറ്റ് ആദ്യഘട്ടത്തിൽ എൽസ്റ്റൺ എസ്റ്റേറ്റാണ് ഏറ്റെടുക്കുന്നത്. മാത്രമല്ല 7 സെന്റ് ഭൂമി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് 10 സെന്റ് എന്നുള്ള ആവശ്യമാണ് ദുരന്തബാധിതർ ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചത്. സ്വാഭാവികമായും MLAയുടെ പ്രതികരണത്തിലേക്ക് തന്നെ നമുക്ക് പോകാം. മന്ത്രിസഭാ യോഗ തീരുമാനം ഈ സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്താണ് ഇതിൽ പ്രതികരണം? ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ദുരന്തബാധിതരായ ജനങ്ങൾ നേരിടുന്ന ജീവൽ പ്രശ്നങ്ങൾ കൃത്യതയോടുകൂടി അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ദുരന്തബാധിതർ നേതൃത്വം കൊടുത്ത സമരം, UDF നേതൃത്വം കൊടുത്ത സമരം ഒക്കെ ഉണ്ടായിട്ടും സാധിച്ചില്ല എന്നുള്ളത് ഏറെ ഖേദകരമായിട്ടുള്ള വസ്തുതയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇവിടെ 7 സെന്റ് ഭൂമി വെച്ചുകൊണ്ടുള്ള ഒരു പ്ലോട്ടാക്കി എൽസ്റ്റൺ എസ്റ്റേറ്റിനെ മാറ്റി പുനരധിവാസം നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നു, എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഇവരുടെ കയ്യിൽ എറൗണ്ട് 200 ഏക്കർ ഭൂമി ഇവരുടെ കയ്യിലേക്ക് വരും, സംസ്ഥാന സർക്കാരിൻ്റെ. എനിക്കത് 7 സെന്റ് ഭൂമി വെച്ചുകൊണ്ട് നൽകിയാൽ നിലവിലുള്ളതായിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് 450 കുടുംബം വെച്ചോ, 450 കുടുംബം വെച്ചോ, എത്ര ഏക്കർ സ്ഥലം വരും? അപ്പോൾ ഒരുപാട് സ്ഥലം ബാക്കി നിൽക്കുക. അവർ ആവശ്യപ്പെട്ട ഡിമാൻഡ് ഞങ്ങൾക്ക് 15 സെന്റ് ഭൂമി വേണം. ചുരുങ്ങിയതൊരു 10 സെന്റ് ഭൂമിയെങ്കിലും കൊടുത്താൽ വലിയ ഉപകാരമാവുമല്ലോ. അത് സർക്കാരിന് മീറ്റി. സർക്കാർ എന്തിനാ ഈ പിശുക്കനാവുന്നത്? എന്തിനാ സർക്കാർ പിശുക്കനാവുന്നത്? തുടർ ചികിത്സയുടെ കാര്യം ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൻ്റെ ഡിക്ലറേഷൻ വായിച്ചപ്പോൾ അതിലൊന്നും തന്നെ കണ്ടിട്ടില്ല. തുടർ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ച തുക കേവലം 5 ലക്ഷം രൂപ മാത്രമാണ്. ഞാൻ നേരത്തെ നിങ്ങളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു, തുടർ ചികിത്സയ്ക്ക് വേണ്ടി 1 കോടി രൂപ മാറ്റിവെക്കുന്നതിന് സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ടോ? 723 കോടി രൂപ കഴിഞ്ഞ മാസം സർക്കാരിൻ്റെ കയ്യിൽ വയനാടിന് വേണ്ടി മാത്രമായി കിട്ടിയ പണമുണ്ട്. അപ്പോൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഗുരുതരമായി അസുഖമുള്ളതായ നിരവധി ആളുകളുണ്ട്. അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി 1 കോടി രൂപ മാറ്റിവെച്ചാൽ എന്താ? ഈ 5 ലക്ഷം രൂപ എന്തിനു തികയും? 5 ലക്ഷം രൂപ. ആ കാര്യത്തിൽ തീരുമാനമില്ല. അവരെടുത്ത ലോണുകൾ സംബന്ധിച്ചതായ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമില്ല, ഇവരുടെ തീരുമാനമില്ല. ആശ്വാസകരമായ ഒരു തീരുമാനം ഞാൻ എടുത്തു പറയുന്നു. ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും മർമ്മപ്രധാനമായ തീരുമാനം, ഞാൻ അസംബ്ലിക്കകത്ത് പറഞ്ഞത്, ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്, ഞാൻ നിവേദനങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നത്, ഇന്ന് UDF ആവശ്യപ്പെട്ട പ്രൈം ഡിമാൻഡ് 300 രൂപ ദിനവത്ത അത് തുടരണം എന്നുള്ളതായിരുന്നു. ആ ദിനവത്ത തുടരാൻ എടുത്ത തീരുമാനം UDF സമരത്തിന്റെ ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തിന്റെ വിജയമാണ്. ഈ സമരത്തിന്റെ വിജയമാണ്. ഈ സമരത്തിന്റെ, ഞങ്ങൾ പറയുന്നു, ബാക്കിയുള്ള നിരവധിയായ ഡിമാൻഡുകളുണ്ട്. ആ ഡിമാൻഡുകൾ കൂടെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ സമരം തുടരുകയുള്ളൂ. ഞാൻ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 7 സെന്റ് തീരുമാനിച്ചത്
ഇവിടെ പുനരധിവാസത്തിന്റെ സ്ഥലം തീരുമാനിച്ചത് ദുരന്തബാധിതരുമായി ചർച്ച ചെയ്തുകൊണ്ടല്ല. അവിടെ നിന്നെടുത്ത തീരുമാനം അവരുമായി സംസാരിക്കണം, ആ ഡിമാൻഡ് അംഗീകരിക്കണം. എന്തായാലും ഇതാണ് MLA പറയുന്നത്. നാളെ പൂർണ്ണമായും ഈ കളക്ടറേറ്റ് സ്തംഭിപ്പിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു സമരം തന്നെയാണ് കൊണ്ടുപോകുന്നത്. കാരണം രാവിലെ തന്നെ ഉപരോധ സമരം ആരംഭിക്കും. 7 മണി മുതൽ തന്നെ UDF പ്രവർത്തകർ ഈ ഇവിടേക്കുള്ള ഗേറ്റുകളെല്ലാം വളയും എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. ഉന്മേഷ്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ദിലീപ് PC പറയുന്നുണ്ട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം എത്രയും വേഗം നടത്തുകയെന്ന്. സീന മുഹമ്മദ് പറയുന്നുണ്ട് ആ പാവങ്ങൾ അവർക്ക് അർഹത ഉള്ളത് ലഭിക്കാൻ ഇനി എന്ത് ചെയ്യണം, അപ്പോൾ ഇടപെടൽ വേണം എന്നാണ് ഇക്കാര്യത്തിൽ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത്.